ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാമേ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്. നിങ്ങൾ കാണേണ്ട ടൈമിലാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നിങ്ങള് ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണ. ചെറിയൊരു മെസ്സേജസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോണ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണേണ്ട ടൈമിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അപ്പൊ നിങ്ങൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് പിന്നെ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാർഡ് ഷഫിൾ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമുക്കതൊന്ന് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ കാർഡിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റൊമാൻസ് വരുന്നുണ്ട് കേട്ടോ. റൊമാൻസ് നിങ്ങളുടെ ആദ്യമൊക്കെ ലൈഫിലേക്ക് ഒരു പുതിയ റൊമാൻസ് വരുന്നു. ഒരു സ്നേഹം വരുന്നുണ്ട്. പുതിയതായിട്ടൊരു സ്നേഹം വരുന്നു, റൊമാൻസ്. അത് നിങ്ങൾ പുതിയതായിട്ടൊരു ലവിലേക്ക് വരുന്നുണ്ടാവാം. ലവ് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാരേജ് ലൈഫിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു പുതിയ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു റൊമാൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളൊക്കെ വീണ്ടും പുതിയൊരു ലവ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം. പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് മാറി നിങ്ങൾ വീണ്ടും ഒരു റൊമാൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. കോംപ്രമൈസ്, അതാണ് അതിപ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളൊരു കോംപ്രമൈസിൽ എത്താൻ നിങ്ങളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലത്തിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കോംപ്രമൈസിൽ എത്താൻ പറയുന്നുണ്ട്. നിങ്ങളോട് ആരോടൊക്കെയോ പറയുകയാണ്, മെസ്സേജ് ഇടുകയാണ്. കോംപ്രമൈസ്, നിങ്ങളൊരു കോംപ്രമൈസിൽ എത്താൻ പറയുന്നുണ്ട്. പരസ്പരം കോംപ്രമൈസ്, നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറയുന്നുണ്ട്. പരസ്പരം നിങ്ങൾ ക്ഷമിക്കേണ്ടതാണെങ്കിൽ ക്ഷമിക്കാൻ പറയുന്നുണ്ട്. മറക്കേണ്ടതാണെങ്കിൽ മറക്കാൻ പറയുന്നുണ്ട്. നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളോട് ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് ആണ്. ചൂസ് ന്യൂ ഡയറക്ഷൻ. നിങ്ങളോട് പറയുകയാണ് ചൂസ് ന്യൂ ഡയറക്ഷൻ. പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യത്തിനെ വിട്ടിട്ട് പുതിയ ന്യൂ ഡയറക്ഷനിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇപ്പൊ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും നിങ്ങളോട് പറയണ ചൂസ് ന്യൂ ഡയറക്ഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് റിയൽ അല്ലെങ്കിൽ ഒരുപക്ഷെ കറക്റ്റ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ റിയൽ അല്ലായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ഷനിലേക്ക് മാറാൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ വീട്ടിലും നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി ഒരുപക്ഷെ ആ വീട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് പോകാൻ, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറാൻ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ പറയുന്നുണ്ടാവാം. ഏതെങ്കിലും രീതിയിൽ ആ വീട്ടിൽ നിന്ന് മാറാൻ, ഇപ്പൊ റെന്റിനൊക്കെ താമസിക്കുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് മാറാൻ പറയുന്നു. അല്ല ബിസിനസ്സിലായാലും ജോലിക്കാരെയായാലും നിങ്ങളുടെ ലവിലായാലും എന്തിനായാലും നിങ്ങൾ ആ ഒരു ഒരു പുതിയ ഡയറക്ഷനിലേക്ക് മാറാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസിൽ പെട്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നതാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നു. അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ചോദിക്കാൻ. നിങ്ങൾ എന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങൾ അതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലഭിക്കുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് ബോധ്യമുള്ള ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഇരിക്കുകയാണ്, ഏതൊരു പ്രോബ്ലത്തിലാണെങ്കിൽ പോലും, ഇനി ഒരു റിലേഷൻഷിപ്പിലോ മാരേജ് ലൈഫിലോ ഇരിക്കുമ്പോൾ അവിടെ പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾ മറ്റൊരു മൂന്നാമതൊരു വ്യക്തിയോട് ഒരു ഹെൽപ്പ് ചോദിക്കും. നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാൻ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു പ്രോബ്ലത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചിലർക്ക് നിങ്ങളിൽ ആർക്കൊക്കെ സക്സസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ യൂണിവേഴ്സിറ്റി മെസ്സേജ് ആണ്, നിങ്ങൾക്ക് സക്സസ് വരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്, ഫാമിലി ലൈഫിലേക്ക്
ഏതിലേക്കാണെങ്കിലും നിങ്ങൾക്ക് സക്സസ്, നിങ്ങളുടെ കരിയറിലായിരിക്കാം സക്സസ് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ്, നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എയിം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, അതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇൻറ്റ്യൂഷൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ലിസൺ, ശ്രദ്ധിക്കാൻ പറയും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സോളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെയോ എ ഇയർ ഫ്രം നൗ, ഈ വർഷം തന്നെ നിങ്ങളുടെ ലൈഫിൽ ആർക്കൊക്കെയോ സക്സസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ വർഷം തന്നെ, ഈ എ ഇയർ ഫ്രം നൗ, ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വർഷത്തിനകം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ വരുന്നുണ്ട്. നല്ല 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നല്ല മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നു. ഒരുപക്ഷെ വീടാവാം, മാരേജ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ആയിട്ട് മാരേജിലേക്ക് എത്താനാവാം, അങ്ങനെ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തെങ്കിലും അസുഖത്തിൽ ഇരിക്കുന്നതാണ്, നിങ്ങളുടെ അസുഖം മാറി നിങ്ങൾ നല്ല ഹെൽത്തി ആവുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരുപക്ഷെ ഈ ഒരു വർഷത്തിൽ തന്നെ സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കാം കേട്ടോ. ടേക്ക് ആക്ഷൻ. ചിലവരോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. വെറുതെ ഇരിക്കാതെ നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ആൻസർ ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്ന് ആൻസർ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഏത് കാര്യം, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാവാം, ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ആൻസർ തരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലത്തിലൊക്കെ, ഒരുപാട് പ്രോബ്ലത്തിലും ഒക്കെ പെട്ടിരിക്കുന്നവരാണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും കേട്ടോ. യു ആർ റെഡി. നിങ്ങൾ റെഡി ആണോ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മിറക്കിൾസ്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ മിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. റെയിൻബോ ആണ് വരുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആകാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അതൊക്കെ യൂണിവേഴ്സ് തരാൻ റെഡി ആയിരിക്കുകയാണ്. യു ആർ റെഡി. നിങ്ങൾ റെഡി ആണോ എന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കാൻ പറയണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 2 കാർഡോട്ട് നോക്കാമേ. ഇവിടെ നിങ്ങൾക്ക് നോയാണ്. എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ, യെസ് ആണോ ലഭിക്കുമോ അല്ലെ നോയാണോ എന്നൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ നോയാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്രൂ ആണോ അല്ലെങ്കിൽ കാർമിക് ആണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നോയാണെന്നാണ് പറയുന്നത്. ട്രൂ അല്ലെന്നായിരിക്കും ഒരുപക്ഷെ പറയുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു എന്തൊക്കെയോ കാര്യത്തിന് നിങ്ങൾക്ക് ആരോടൊക്കെയോ നോ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ. നോ നീഡ് ടു വറി. നിങ്ങൾ വറി ആവേണ്ടത് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോ വന്നെന്ന് വെച്ച് നിങ്ങൾ വറി ആവേണ്ട കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ടൈം, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം ലഭിക്കില്ലായിരിക്കാം, പക്ഷെ അതിന് കുറച്ച് ടൈമും കൂടെ നിങ്ങൾ കാത്തിരുന്നാൽ മതി. കുറച്ച് ടൈം കൂടെ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് എടുത്താൽ മതി.
അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് വറി ആവേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പം ലഭിച്ചില്ലെങ്കിലും അത് കുറച്ചും കൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ലഭിക്കാത്തത്. നോ ആൻസർ വന്നെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്തിനായാലും. അത് നോ സ്ഥിരമായിട്ടുള്ള നോ അല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനാണെങ്കിൽ തൽക്കാലം നോയാണ്, പക്ഷെ അത് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വറി ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് യൂണിവേഴ്സിന് നിങ്ങളോട് തരാനുള്ള മെസ്സേജസ് കേട്ടോ. യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ എടുക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.